അപ്പോൾ ഇവിടെ ഇന്നെന്താണ്, ഇന്ന് 12/01/2023 SSC GD എക്സാം ലാസ്റ്റ് ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രെയിന് ആദ്യത്തെ 10 മിനിറ്റ് 90 കിലോമീറ്റർ സ്പീഡിൽ പോയി, അത് കഴിഞ്ഞ് പിന്നത്തെ 25 മിനിറ്റ് 60 km/h പോയി, പിന്നത്തെ 4 മിനിറ്റ് 15 km/h പോയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് സ്പീഡിന് എന്നും എപ്പോഴും ഒരു ഇക്വേഷൻ ഉള്ളൂ. എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കണാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പക്ഷേ എന്താണ്, നമുക്ക് ടോട്ടൽ ഓരോ സ്ട്രെച്ചിൽ പോകുന്ന സ്പീഡും ടൈമും തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്ട്രെച്ചിൽ എന്താണ്, 90 km/h എത്ര നേരം പോകുന്നുണ്ട്? 10 മിനിറ്റ് പോകുന്നുണ്ട്. അപ്പം 10/60, ഈ 60 ചെയ്യുന്നത് എന്തിനാണ്? കൺവേർഷന് വേണ്ടിയാണ്, ഹവേഴ്സിലേക്കുള്ള കൺവേർഷന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര? 15 കിലോമീറ്ററാണ് ആദ്യത്തെ 10 മിനിറ്റ് ഓടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 15 കിലോമീറ്റർ പ്ലസ് 60 km/h എത്ര നേരം ഓടി? 25 മിനിറ്റ് ഓടി. 25/60 വരും. അപ്പോൾ 60 വെട്ടിപ്പോയിട്ട് എത്രയാണ്? 25 കിലോമീറ്റർ നമുക്ക് കിട്ടും. ഇത് ഫുൾ റീപ്ലേസ് ചെയ്തിട്ട് 25 കിലോമീറ്റർ എഴുതാൻ പോകും. അപ്പോൾ 25 പ്ലസ് അവസാനത്തെ 4 മിനിറ്റ് 15 km/h ഓടി. അപ്പം km/h ഇൻറ്റു 4/60 ആണ്. ഇവിടെ രണ്ടിടത്ത് 3 കൊണ്ട് വെട്ടുമ്പം 3 5s are 15, 5 3s are 15, ഇവിടെ 12 വരും. ഇതും വെട്ടി പോകുമ്പോൾ 3 4s are 12 വരും. 4/4 എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററാണ്. അപ്പോൾ അവസാനത്തെ 4 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എന്ത് കവർ ചെയ്യുന്നുള്ളൂ? 1 കിലോമീറ്ററേ കവർ ചെയ്യുന്നുള്ളൂ. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. നമുക്കറിയാം എത്രയാണ്? 10 25 35 35 4 39 മിനിറ്റാണ്. 39 മിനിറ്റിനെ നമ്മളെന്താ 39/60 ചെയ്തോളാം. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്ര വരുന്നത്? 25 10 35 35 5 40 41 വരും. അപ്പം 41/39. ഈ 60 എന്താണ്? അത് 60/1 ആണ്. അപ്പോൾ ഇത് റെസിപ്രോക്കലായിട്ട് ഇത് ചെയ്ത് വരും. ഇൻറ്റു 60 വരും. ഇത് 39 60 എന്താ? 3ൻ്റെ മൾട്ടിപ്ലൈ. ഇത് 13 കൊണ്ട് വെട്ടിപ്പോവും, ഇത് 20 കൊണ്ട് വെട്ടിപ്പോവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 410 × 2 ചെയ്യുമ്പോൾ 820 ആവും. അതായത് 8200 ഡിവൈഡ് ബൈ 13 വരും. ഇപ്പം ഇതിനകത്ത് ഓപ്ഷൻ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് 0 വരും, ഡിവൈഡ് ബൈ 13 വരും. അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലായി. അതുപോലെ ഈ 61 അല്ലേ, അപ്പം 3 1s are 3 പ്ലസ് 1 വരുന്നത് മുകളിൽ. അപ്പം ഇതും യൂണിറ്റ് ഡിജിറ്റ് 0 വരത്തില്ല. ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻ 65 × 13 ചെയ്യുമ്പം 845 വരുന്നത്. നമുക്ക് വേണ്ട 8200 അല്ലാതെ 820 കേട്ടോ. അതായത് 41 × 20 ചെയ്യുമ്പോൾ എത്ര? 820 വരുന്നത്. സോറി പറഞ്ഞു. ഇതിനകത്ത് ഈ 65 × 13 ചെയ്യുമ്പം 845 പ്ലസ് 5 എത്രയാണ്? 850 വരുന്നത്. 850/13 വരുന്നത്. നമുക്ക് വേണ്ടത് 820/13. അപ്പം മനസ്സിലായി, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അതായത് 63 × 13 ചെയ്യുമ്പം 819 വരും. 819 ഈ ഒന്നുകൂടെ കൂട്ടിയിട്ട് 820/13. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 3. അപ്പോൾ എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ, 2 ട്രെയിൻസിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഒന്ന് 550 മീറ്ററും ഒന്ന് 650 മീറ്ററും. രണ്ടും പാരലായിട്ട് ഓടുവായി. റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് സ്പീഡ് ഓഫ് 68 km/h 40 km/h. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മച്ച് ടൈം വിൽ ദേ ക്രോസ് ഈച്ച് അതർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ടൈം കിട്ടണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 550 പ്ലസ് 650. 2 ട്രെയിനിൻ്റെ ലെങ്ത്താണ് എന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. താഴെ വരുന്ന റിലേറ്റീവ് സ്പീഡാണ്.
അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. 68 40 കൂടെ കൂട്ടുമ്പോൾ 108 എന്ന് വരും. മുകളിലത്തേത് കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ്? 550 650 കൂടെ കൂട്ടുമ്പോൾ 1200 വരും. അത് 1200 മീറ്ററിന് കിട്ടും. നമ്മൾ ചോദിച്ചേക്കുന്നത് ഇൻ സെക്കൻഡ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ തന്നതെല്ലാം സെക്കൻഡാണ്. അപ്പോൾ ഇത് കിലോമീറ്റർ പെർ അവറാണ്. ഇതിനെ കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പം ഇൻറ്റു എന്താ ചെയ്യേണ്ട 5/18 ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ 108/18 ചെയ്യുമ്പോൾ എത്രയാണ്? 18 × 6 ചെയ്യുന്നതാണ് 108 വരുന്നത്. അപ്പോൾ താഴെ ഫുള്ള് പോയിട്ട് 6×5 30 വരും. 30 വരും. ഒരു പൂജ്യം വെട്ടിപ്പോയി 40 വരും. 40 സെക്കൻഡാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന് 2 ഈക്വൽ സൈഡ്സാണ്. ആൻഡ് തേർഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 1.5 ടൈംസ് ഓഫ് ദീസ് സൈഡ്സ് ആണ്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 14 യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻ സ്ക്വയർ യൂണിറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ ട്രയാങ്കിൾ എന്താണ്? അത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇതും ഈക്വലാണ്. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 സൈഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് 1.5 ടൈംസ് ഗ്രേറ്റർ ആണെന്ന് പറയുന്നത്. 1.5 നമുക്ക് എന്താണ്? 3/2 എന്ന് എഴുതാൻ പറ്റും. 3/2യുടെ വാല്യൂ എന്താണ്? 1.5 ആണ്. അപ്പം ഈ 2 സൈഡും 2 ആണെങ്കിൽ എന്താണ്? 2 × 2 ക്യാൻസലായി പോയിട്ട് ഈ സൈഡ് 3 വരും. 2 ഈക്വൽ സൈഡും നമുക്ക് എന്താണ്? 2 ആയിട്ട് എടുക്കാം. ഇത് 2ഉം ഇതും 2 ആയിട്ട് എടുക്കാം. സൈഡുകളുടെ റേഷ്യോ വരുന്നത് എന്താണ്? 2:2:3 ആണ്. ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 14 ആണ്. ഏത്? പെരിമീറ്റർ. ഇത് സൈഡ്സിൻ്റെ റേഷ്യോ. ഇനി ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 7 കിട്ടും. ഈ സൈഡ്സിൻ്റെ എല്ലാം സമ്മാണ് എന്ത്? പെരിമീറ്റർ വരുന്നത്. ഇതെന്താ? ഇത് ഒരു റേഷ്യോ മാത്രമാണ്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ 7 കിട്ടും. ഈ 7ൻ്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്ര? 14 എന്നാണ്. ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കുള്ള സൈഡ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുന്നത്? ഇവിടെ 4 കിട്ടും. ഇവിടെ 6 കിട്ടും. ഇതാണ് കറക്റ്റ് സൈഡ്സിൻ്റെ റേഷ്യോ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടാൻ എന്ത് ചെയ്യേണ്ട? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. നമുക്ക് ബേസ് എന്താണെന്നറിയാം, 3 സെൻറ്റിമീറ്റർ. ഹൈറ്റ് കിട്ടിയിട്ടില്ല. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നമുക്കിവിടെ സൈഡ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 4 4 6 കിട്ടിക്കഴിഞ്ഞു. 4 4 6 കിട്ടിക്കഴിഞ്ഞു സൈഡ്സ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ വരച്ചു. ഇത് 3 ആവും. പെർപെൻഡിക്കുലർ വരയ്ക്കും എന്താണ്? മിഡ് പോയിൻറ്റിലേക്ക് വരത്തുള്ളൂ. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മിഡ് പോയിൻറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പം ഇത് 3 ആണ്. അപ്പം 3 4 5 എന്ത്? ട്രിപ്ലെറ്റ് വരുന്നത്. ഒരു അബദ്ധം കാണിച്ചു. അത് 5 വരുന്നത്. കാരണം 5 എന്നുള്ളത് ഹൈപ്പോട്ടൻസിലാണ് വരേണ്ടത്. ഹൈപ്പോട്ടൻസാണ് ഏറ്റവും നീളമുള്ള ഭാഗം. അപ്പോൾ 3 4 5 എന്ന് പറഞ്ഞാൽ ട്രിപ്ലെറ്റ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. എന്താ? പൈതഗോറസ് തിയറം തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? √4²/3² വരും. അതായത് √16 - 9 വരും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? √7 ആണ്. ഏത്? ഈ സൈഡ് വരുന്നത് √7 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ്? ബേസും കിട്ടി, ഹൈറ്റും കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 6 ഇൻറ്റു √7 വരും. അപ്പം 3√7 ആണ് ഏരിയ വരുന്നത്. 3√7 ആണ് ഏരിയ വരുന്നത്. അതാണ് ആൻസർ. ഓപ്ഷൻ 2. ഇപ്പോൾ ഇവിടെ അർത്ഥം പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ കാണുമ്പോൾ 3 4 എന്ന് കാണുമ്പോൾ ഈ സൈഡ് 5 ആയിട്ട് എടുക്കാതിരുന്നാൽ മതി. ട്രിപ്ലെറ്റ് വരുമ്പം ഏറ്റവും വലിയ സൈഡ്
ഹൈപ്പോട്ടനസ് ആയിരിക്കണം. അപ്പോൾ 3, 4, 5 എന്ന് പറഞ്ഞ ട്രിപ്ലെറ്റ് അവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 125 ഐഡൻറ്റിക്കൽ സ്മോൾ സ്പിയേഴ്സ് ആർ മെയ്ഡ് ഫ്രം സോളിഡ് സ്പിയർ ഓഫ് ഡയമീറ്റർ 15 cm. ദെൻ വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഈച്ച് സ്മോൾ സ്പിയർ എന്നാണ് ചോദിച്ചത്. 15 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഒരു വലിയ സ്പിയറിൽ നിന്ന് 125 ചെറിയ സ്പിയർ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിയ 125 സ്പിയറിൽ ഒരെണ്ണത്തിൻ്റെ സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡിലെ വോളിയം ഈക്വലാണ്. അപ്പം 4/3 πr³ ആണ് എന്ത് സ്പിയറിൻ്റെ വോളിയം. അതെന്ന് പറയുന്നത് ഈക്വൽ ടു 125 ചെറിയ സ്പിയറുകളിലെ വോളിയം. 4/3 πr³ തന്നെ ഇവിടെ വരും. ഇവിടുത്തെ ഡയമീറ്റർ എത്ര തന്നേക്കുന്നത്, റേഡിയസ് എത്ര തന്നേക്കുന്നത്? ഡയമീറ്റർ 15 ആണ് തന്നേക്കുന്നത്. അപ്പം 15/2 ആണ് വരുന്നത്. അതായത് 4/3 ആണ് കേട്ടോ. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 15/2 ഇൻറ്റു 15/2 ഇൻറ്റു 15/2 വരും. ഈക്വൽ ടു 125 ഇൻറ്റു 4/3 ഇൻറ്റു പൈ ഇൻറ്റു നമുക്കിവിടുത്തെ റേഡിയസ് അറിയത്തില്ല. ആദ്യം റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പോൾ റേഡിയസ് കിട്ടുക r³ കിട്ടുക. ഇവിടെ പൈയും വെട്ടിപ്പോയി, 4/3 വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ 5ഉം 15ഉം 125 കൂടെ 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 3 വരും. ഇവിടെ 25 വരും. പിന്നെ എന്താണ് 15ഉം 25ഉം കൂടെ 5 കൊണ്ട് വെട്ടുക. അപ്പം 3 വരും. ഇവിടെ 5 വരും. ഒന്നും കൂടെ വെട്ടാം. അപ്പം എന്ത് വരും? 3 വരും, 1 വരും. അപ്പോൾ r³ എന്ന് പറയുന്നത് എന്താ? 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 വരും. അതായത് r³ = 3/2 ദ ഹോൾ ക്യൂബ് വരും. ഇതുവരും വെട്ടിപ്പോയി. r-ൻ്റെ വാല്യൂ എന്താ? 3/2 തന്നെ വരും. r-ൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സ്മോൾ സ്പിയറിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4πr² ആണ്. ഇവിടെ r² എന്ന് പറയുന്നത് 3/2 ഇട്ട് കൊടുത്തോളാം. 4 ഇൻറ്റു പൈ തന്നെ ഇട്ടാൽ മതി. കാരണം എന്താണ്? ഓപ്ഷനിൽ പൈ തന്നെ കിടക്കുന്നത്. ഇൻറ്റു r² 3/2 ഇൻറ്റു 3/2 വരും. 2 പോയി, 2 ബാക്കി വരും. ആ 2 കൂടെ വെട്ടിപ്പോയി. അപ്പം 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 വരും. 9 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിത്തൗട്ട് സ്റ്റോപ്പേജ് എ ട്രെയിൻ ക്യാൻ ട്രാവൽ എ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 75 km/h and with stoppage it can cover the same distance with the average speed of 65 km/h. How many minutes per hour does the train stops എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പം സ്റ്റോപ്പേജ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോപ്പേജ് ടൈം ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ട്രെയിൻ വിത്തൗട്ട് സ്റ്റോപ്പേജ്, അതായത് എത്ര? 75 km/h മൈനസ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ വിത്ത് സ്റ്റോപ്പേജ്, അത് എത്രയാണ്? 65 എന്ന് വരും. ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ വിത്തൗട്ട് സ്റ്റോപ്പേജ്. ഇത് ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ റേഷ്യോ ഒന്നും എടുക്കണ്ട. അത് കാണാൻ പഠിച്ചു വയ്ക്കുകയാണ്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇവിടെ എത്ര? 10/75 എന്ന് വരും. ഇത് കിട്ടുന്ന ഹവേഴ്സിലാണ് കിട്ടുന്നത്. കാരണം എന്താ? ഇവിടെ എല്ലാം യൂണിറ്റെല്ലാം എടുക്കുമ്പോൾ ഹവേഴ്സ് 75 km/h ആണ്. ഇവിടെ 65 km/h ആണ്. ഇവിടെ 75 km/h. അപ്പം ഇത് ഹവേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഹവേഴ്സിനെ മാറ്റാൻ ഞാൻ ഇൻറ്റു 60 ചെയ്യുക. കാരണം ഇവിടെ ഓപ്ഷൻ നോക്കിയെല്ലാം നമുക്ക് മിനിറ്റിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനും 5 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 15 വരും. ഇവിടെ 12 വരും. പിന്നെ നമ്മൾ 3 കൊണ്ട് കിട്ടുകയാണ്. അപ്പം ഇവിടെ 5 വരും, 4 വരും. അപ്പോൾ 40/5 എന്ന് പറയുന്നത് എത്രയാണ്? 8 മിനിറ്റ് വരും. അതാണ് ഉത്തരം. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സോഹനും രോഹനും ഒരു ജോലി 18 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി തന്നെ സോഹൻ alone can do in 27 days. In how many days does Rohan alone take to complete the same work എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സുമേഷും രമേഷും ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അത്
18 ദിവസം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഇനി അത് സുമേഷിൻ്റെ തന്നെ കേസിലാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ എത്ര പറഞ്ഞേക്കുന്നത്? അത് 27 ദിവസം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എന്താ വരുന്നത്? 18 ഇൻറ്റു 18നെ നമുക്ക് എന്താണ് 9 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. 9 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. അതേസമയം 27നെ നമുക്ക് 3 ഇൻറ്റു 9 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 9 ഇൻറ്റു 2നെ അപേക്ഷിച്ച് ഈ 9 ഇൻറ്റു 3നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 9 ഇൻറ്റു 2 എന്താ കുറവ്? ഒരു 3ൻ്റെ കുറവ്. അത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ LCM വരുന്നത്. അപ്പം 9 ഇൻറ്റു 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ LCM എത്ര വരുന്നത്? 54 വരും. ഈ 54 ഇതിൻ്റെ LCM വരുന്നത്. അങ്ങനെ നോക്കുമ്പം 54 LCM വരുവാണെങ്കിൽ സുമേഷ് പ്ലസ് രമേഷിൻ്റെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത്? അത് 3 വരും. ഇനി സുമേഷിന് തന്നെയുള്ള എഫിഷ്യൻസി ആണെങ്കിൽ എത്ര? 2 വരും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് രോഹൻ ഇനി ഒറ്റയ്ക്കാ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പം ടോട്ടൽ വർക്ക് 56 ഡിവൈഡഡ് ബൈ രോഹൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 2 പോയാൽ എത്രയാണ്? 1. 54 ബൈ 1 ചെയ്യുമ്പോൾ 54 ആൻസർ വരുന്നത്. 54 ഡേയ്സ് എടുക്കും. ഈ 3 1 പോകാൻ കാരണം എന്താ? രോഹൻ്റെയും കൂടെ എഫിഷ്യൻസി 3. അതിനകത്ത് നിന്ന് സോഹൻ്റെ തന്നെ എഫിഷ്യൻസി 2. അപ്പം 3 - 2 ചെയ്താൽ എന്താണ്? രോഹൻ്റെ തന്നെയുള്ള എഫിഷ്യൻസി കിട്ടും. ആ 1 ഇവിടെ വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നിന്ന് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ 4 ഫോർ പ്രൈം നമ്പറിൻ്റെ എന്താണ് ആവറേജായി ചോദിച്ചേക്കുന്നത്. The average of first four prime numbers that are odd is എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓഡ് പ്രൈം നമ്പർ തന്നെയാണോ? അപ്പോൾ പ്രൈം നമ്പർ എടുക്കുമ്പോൾ 2, 3, 5, 7, 11, 13 ഒക്കെയാണ് ഓഡ് നമ്പർ. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഓഡ് ചോദിച്ചേക്കുന്നത് ഓഡ് മാത്രമേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 2 വെട്ടി കളഞ്ഞോളാം. ബാക്കി 4 3, 5, 7, 11ൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 5, 3, 8, 8, 7, 15, 15, 10, 25, 26 ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ 4, 6 എത്രയാണ്? 24 വരും. അപ്പോൾ 6 ആൻഡ് ബാക്കി എത്രയാണ് റിമൈൻഡർ? 2/4 വരും. അതായത് 6.5 ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ 9, 7, 11, 15 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിന്ന് ഏതോ ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അതായത് ആ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സെയിം നമ്പർ എല്ലാത്തിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്? ഈ നമ്പറെല്ലാം പ്രൊപ്പോർഷൻ ആവും. അങ്ങനെയാണ് നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 7/9 = 11/15 ആവും. എപ്പോഴാണ്? ഈ ഇതിനകത്ത് ഏതോ ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഒന്നുമില്ലെങ്കിൽ എന്താ ഈ ബൈ ഓപ്ഷൻ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാം. അതായത് 7 - 4 പോയാൽ ബാക്കി എത്രയാണ്? 3. 9 - 4 പോയാൽ എത്രയാണ്? ബാക്കി 5 = എത്രയാണ്? 11 - 4 പോയാൽ ബാക്കി 7. 15 - 4 പോയാൽ ബാക്കി 11. ഇത് പ്രൊപ്പോർഷനാണോ? ഇത് പ്രൊപ്പോർഷനല്ല. അപ്പം 4 കുറയ്ക്കുന്നത് മനസ്സിലായി. അപ്പം എന്താ അടുത്ത് എടുത്ത് നോക്കുക. 7 - 5 പോയാൽ എത്ര? 2. 2/9 - 5 പോയാൽ എത്രയാണ്? 4 = എത്രയാണ്? 11 - 5 പോയാൽ എത്രയാണ്? 6/15 നിന്ന് 5 പോയാൽ 10 വരും. ഇത് കിട്ടുമ്പോൾ എത്ര? 3/5 എന്ന് വരും. കിട്ടുമ്പോൾ 3/5 എന്ന് വരും. ഇത് പ്രൊപ്പോർഷനാണോ? അല്ല. കാരണം ഇത് കിട്ടുമ്പോൾ 1/2 വരുന്നത്. ഇത് പ്രൊപ്പോർഷനല്ല. അപ്പം 5 അല്ല കുറയ്ക്കുന്നതെന്ന് മനസ്സിലായി. അടുത്ത് 2 എടുത്തോളാം. 7 - 2 പോയാൽ എത്രയാണ്? അപ്പം 5 വരും. 9 - 2 പോയാൽ 7 വരും. = 11 - 2 പോയാൽ എത്രയാണ്? 9 വരും. അതുപോലെ 15 - 2 പോയാൽ 13 വരും. അപ്പോൾ ഇത് നോക്കുമ്പോഴെന്താണ്? ഇതും പ്രൊപ്പോർഷണൽ അല്ല. ഓട്ടോമാറ്റിക്കലി അപ്പോൾ അടുത്ത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 3 ആൻസർ വരുന്നതെന്ന് മനസ്സിലായി. ഇവിടെ എന്താ ലാസ്റ്റ് ഓപ്ഷൻ 3 ഇട്ട് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 7 - 3 പോയാൽ 4 വരും. 9 - 3 പോയാൽ 6 വരും. = 11 - 3 പോയാൽ 8 വരും. അതുപോലെ
15 3 പോയാൽ എത്രയാണ് 12 വരും. ഇവിടെ ഇത് വെട്ടുമ്പോൾ എത്രയാണ് 2:3 വരും. ഇത് വെട്ടുമ്പോൾ എത്രയാണ് 4/6 വരും എന്ന് പറഞ്ഞാൽ എത്രയാണ് 2:3 തന്നെയാണ് വരുന്നത്. രണ്ട് സൈഡിലും 2:3 വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും പ്രപ്പോർഷനാണെന്ന് പറയാൻ പറ്റും. ഇനി ഇതല്ലാതെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വലിയ നമ്പറൊക്കെ കിട്ടുമ്പം അത് മൈനസ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് ഇത് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 11 15 ഡിഫറൻസ് എടുക്കുക. അതിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ എത്രയാണ് 4 വരും. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ് 2 വരും. നമുക്ക് എന്താണ് ഇവിടെ ഈ 2നെ നമുക്ക് 4 ആക്കണം. അപ്പോൾ എന്താ × 2 ചെയ്യുക. 2 ചെയ്യുമ്പോൾ ഇവിടെ × 2 ചെയ്യുക, ഇവിടെ × 2 ചെയ്യുക. അപ്പോൾ പുതിയ റേഷ്യോ എന്താ വരുന്നത് 14/18 എന്ന് പറയുന്നത് ഈക്വൽ ടു 11/15 ആവും. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 4 ആവും, ഇത് തമ്മിലുള്ള ഡിഫറൻസും 4 ആവും. പ്രപ്പോർഷൻ ആവാൻ വേണ്ടി മൈനസ് ചെയ്യുന്ന സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് എടുത്തോളാം. ഇവിടെ 14 മൈനസ് നമ്മൾ 2x എടുക്കുന്നത്. കാരണം ഇവിടെ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഈ എക്സിൻ്റെയും കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിച്ചോളാം. 2x ഈക്വൽ ടു 11 മൈനസ് ഇവിടെ നമ്മളൊന്നും ചെയ്തില്ല. അപ്പം 11 മൈനസ് എക്സ് എന്ന് എടുത്തോളാം. ഇനി സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. സോൾവ് ഫോർ എക്സ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, ഇവിടെ 11 ഇങ്ങോട്ട് പോകും. ഇപ്പോൾ 14 മൈനസ് 11 എന്ന് വരും. അതിന് താഴെ 3 എന്ന് വരും. ഈക്വൽ ടു ഈ മൈനസ് 2x ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2x ആവും. മൈനസ് 2x പ്ലസ് എക്സ് എന്ന് പറയുമ്പം എക്സ് തന്നെ വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മൾ എന്താ ഓപ്ഷനിൽ കൂടെ പോയപ്പോഴും കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ 4 3 ആണ് കറക്റ്റ് ആൻസർ. എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ A/B തന്നേക്കുന്ന 5:8 B/C തന്നേക്കുന്നത് എത്രയാണ് 4:7. ഇവിടെ എന്താ ബിക്ക് 2 വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും ആക്കണം. എന്നാലേ കമ്പൈൻഡ് റേഷ്യോയുടെ ABC എന്ന് പറഞ്ഞ് കമ്പൈൻഡ് ആയിട്ട് റേഷ്യോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടെ × 2 ചെയ്താൽ മതി. ഇവിടെ × 2 ചെയ്യുമ്പം എന്താണ് ഈ B/C റേഷ്യോയിലെ 7നും × 2 കൊടുക്കണം. അപ്പം അത് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ 8 വരും, ഇവിടെ 14 വരും. 8 14 വരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എഴുതുമ്പോൾ എത്രയാണ് 5:8:14 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ലാറ ഡെപ്പോസിറ്റഡ് 8,000 രൂപ ഇൻ എ ബാങ്ക് വിച്ച് പേ ഹെർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10 per annum. പക്ഷെ എന്താണ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഷീ വിൽ റിസീവ് ആഫ്റ്റർ 18 months എന്നാണ് വെച്ചേക്കുന്നത്. ഇവിടെ 10% പെർ ആനം വരുന്നത്. പക്ഷേ അതെന്താണ്, അത് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി വരുമ്പോൾ 10/2 കൊടുത്താൽ മതി. 5% ഓരോ ടൈമിലും വരുന്നത്. ഓരോ 6 മാസത്തിലും എന്താണ് 5% വെച്ചാണ് വരുന്നത്. അങ്ങനെ 6 മാസത്തിന് എത്ര ടൈം വരുന്നുണ്ട്, 18 മാസം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 6 മാസത്തിന് 3 ടൈം വരുന്നുണ്ട്. അതായത് 5% വെച്ച് 3 തവണ കോമ്പൗണ്ട് ആവും. ശതമാനം കേട്ടോ. ചോദിച്ച് വെച്ചേക്കുന്നത് 8,000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞപ്പം 5% വെച്ച് 3 തവണ കോമ്പൗണ്ട് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 5% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ 1/20 എഴുതാൻ പറ്റും. അതായത് പ്രിൻസിപ്പിൾ 20 ഉണ്ടെങ്കിൽ എമൗണ്ട് എത്രയാണ് 21 ആവും. നമ്മളിവിടെ പറഞ്ഞു എത്ര വേണേ 5% വെച്ച് 3 തവണ കോമ്പൗണ്ട് ചെയ്ത് പറഞ്ഞു. 3 തവണ കോമ്പൗണ്ട് ചെയ്ത് പറഞ്ഞു. അപ്പം raised/3 ഇട്ട് കൊടുക്കുക. അവിടെ raised/3 ഇട്ട് കൊടുക്കുക. 3 തവണ കോമ്പൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ റേഷ്യോ എത്ര വരുന്നത്, ഇവിടെ 8,000 വരും. ഇത് ക്യൂബ് എടുത്ത് കഴിയുമ്പം 9261 എന്ന് വരും. ഇവിടെ നോക്കി ഈ 8,000-ൻ്റെ കാര്യം തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി. കാരണം പ്രിൻസിപ്പൾ 8,000 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം എമൗണ്ട് എത്ര 9261 വരും. അതെത്രയാണ് 9261 എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഇതാണ് ആൻസർ വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എയും ബിയും സിയും എത്രയൊക്കെ ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. എ 8 ദിവസം കൊണ്ടും ബി 4 ദിവസം കൊണ്ടും സി 16 ദിവസം കൊണ്ടും വർക്ക് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്ത് വരും,
LCM എന്ന് പറയുന്നത് 32 വരും. 32 16 തന്നെ വരും. ടോട്ടൽ വർക്ക് 16 തന്നെ ആയതുകൊണ്ട് ഇവിടെ എഫിഷ്യൻസി 2 വരും, ഇവിടെ എഫിഷ്യൻസി 4 വരും, ഇവിടെ എഫിഷ്യൻസി 1 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് വിൽ എ ടേക്ക് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ വർക്ക് ഇഫ് എ ഈസ് അസിസ്റ്റഡ് ബൈ ബി ആൻഡ് സി ബോത്ത് ഓൺ എവരി സെക്കൻഡ് ഡേ. അതായത് ആദ്യത്തെ ദിവസം എ ജോലി എടുക്കും, രണ്ടാമത്തെ ദിവസം B+C കൊടുക്കും. അതായത് A+B+C വരും രണ്ടാമത്തെ ദിവസം പണി എടുക്കാൻ. നമുക്കിവിടെ ഡേ ബൈ ഡേ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഡേ എ തന്നെ പണിയെടുക്കും. അപ്പം എയുടെ എഫിഷ്യൻസി എത്രയാണ്? എയുടെ എഫിഷ്യൻസി 2 അപ്പോൾ 16 2 പോയാൽ ബാക്കി 14 ജോലിയേ ബാക്കിയുള്ളൂ. 14 ജോലിയാണ് റിമൈനിങ്. ഇനി രണ്ടാമത്തെ ദിവസം വരുമ്പം A+B+C ആണ് ജോലി എടുക്കുന്നത്. ഇവരുടെ എല്ലാം കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 7 വരും. അപ്പോൾ ഒരു ദിവസം ജോലി ചെയ്ത് കഴിയുമ്പോൾ 14 7 പോയി കഴിയുമ്പോൾ ബാക്കി 7 ജോലിയേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ ദിവസം ആരാണ് വരുന്നത്? മൂന്നാമത്തെ ദിവസം എ തന്നെയാണ് വരുന്നത്. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയാണ്? പിന്നെ 2. നാലാമത്തെ ദിവസം വരുമ്പോൾ നാലാമത്തെ ദിവസം മൊത്തം എടുക്കത്തില്ല. കാരണം എന്താ? A+B+C വരുന്നത്. അവരുടെ എഫിഷ്യൻസി 7. പക്ഷേ എന്താണ്? 5 ജോലിയേ ബാക്കിയുള്ളൂ. അതായത് 3 ദിവസവും പിന്നെന്താ ബാക്കി 5/7 ജോലിയേ ബാക്കിയുള്ളൂ. അപ്പം 7 3s are 21 + 5/7 വരും. അതെത്രയാണ്? 26/7 ആണ് ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ ഫസ്റ്റാണ് ആൻസർ വരുന്നത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 1,50,000 രൂപയാണ് പുള്ളി കടമെടുത്തത്. 10% പലിശയാണ്. കോമ്പൗണ്ട് ആനുവലിയാണ് 2 വർഷത്തേക്ക് കടമെടുത്തേക്കുന്നത്. പുള്ളി അത് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് തിരിച്ചടക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് എത്ര രൂപയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ 10% എന്നുള്ളത് നമ്മൾ ഫ്രാക്ഷൻ ഫോം ആക്കുക. അപ്പം 1/10 ആണ്. അതായത് പ്രിൻസിപ്പൾ 10 ഇട്ടെങ്കിൽ അത് 11 ആവും. 1 വർഷം കൊണ്ടാണ്. നമുക്ക് 2 വർഷത്തെ കാര്യം പറയുന്നത്. അപ്പം 2 വർഷത്തെ കാര്യം പറയുമ്പോൾ ഇത് സ്ക്വയർ ചെയ്തോളൂ. അപ്പം 100 എന്നുള്ളത് 121 ആവും. അപ്പോൾ ആദ്യത്തെ വർഷത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:11 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 100:121 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ 2 വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതപ്പം സെയിം ആകണം. അപ്പോൾ സെയിം ആകാൻ എന്ത് ചെയ്യണ്ടേ? ഇവിടെ ഞാൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഞാനിവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി എന്തിനാണ് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ ഇതിനകത്ത് അവസാനം പറഞ്ഞിരിക്കുന്നത്? എല്ലാ വർഷവും അവസാനം ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ എന്താ? ഇവിടെ 11 ഇവിടെ 121 വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഈക്വൽ ആക്കണമെങ്കിൽ എനിക്ക് 11 ഈസി ആയിട്ട് 121 ആക്കാൻ പറ്റും. ഇൻറ്റു 11 കൊടുത്താൽ മതി. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്താ വരുന്നത്? ഇവിടെ 121 വരും. ഇവിടെ 10×11 ചെയ്യുമ്പോൾ 110 വരും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 210 വരും. അപ്പം ഇത് കൂട്ടിയെടുക്കുമ്പോൾ എത്ര വേണ്ടി? 242 വരും. ഇനി 210 വാല്യൂ ആണ് നമുക്ക് എന്താണെന്ന് പറഞ്ഞ് തന്നേക്കുന്നത്? 1,50,000 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ 240 വാല്യൂ ആണോ ചോദിച്ചേക്കുന്നത്? അല്ല. എന്താണ്? ദ വാല്യൂ ഓഫ് ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ 121 വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതാണ് എന്ത്? ഇയർലി ഇൻസ്റ്റാൾമെൻറ്റ്. ഈ 121 വാല്യൂ എത്രയാണ്? അപ്പം 1,50,000 ഇൻറ്റു 121 ഡിവൈഡഡ് ബൈ 210 വരും. 0 വെട്ടിപ്പോയി. 2 11 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 11 കൊണ്ട് വെട്ടാൻ പറ്റില്ലല്ലോ അല്ലേ? ഇതിനെ 3 എനിക്ക് 3 കൊണ്ട് വെട്ടാൻ പറ്റില്ലേ? ഇവിടെ 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 5,000 വരും. ഇത് 7 വരും. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് എന്താണ്? ഈ 120 എന്നുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ 119 എടുക്കുക. അതായത് 7ൻ്റെ ഏറ്റവും താഴത്തെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ. അപ്പം ഇതുവിധം വെട്ടിപ്പോയി. അപ്പോൾ 17 വരും. 17 ഇൻറ്റു 5000 ചെയ്യുമ്പോൾ എത്രയായിട്ട് നമുക്ക് കിട്ടുക? 85,000 എന്നാണ് കിട്ടുന്നത്.
ഇനി ഓപ്ഷനിലോട്ട് നോക്കിയേ, 85,000 താഴെയാണ് എല്ലാം കിടക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ 86,428 കിടക്കുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു കാര്യം മനസ്സിലായി, 121 നമ്മൾ 119 എടുത്ത്. അപ്പം നമുക്ക് കിട്ടേണ്ടത് എന്താ, 85,000 മുകളിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്, ഇത് 85,000 താഴെയാണ്, ഇത് 85,000 താഴെയാണ്, ഇത് 85,000 താഴെയാണ്. അപ്പോൾ 85,000 മുകളിൽ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഫസ്റ്റാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ചോദ്യം എന്താ, അതായത് ഒരു പുള്ളി സെയിം കോസ്റ്റ് പ്രൈസിൽ 2 സാധനം വാങ്ങിച്ചു. അതിനകത്ത് ഒരെണ്ണം എന്താ 10% പ്രോഫിറ്റ് വിറ്റു, മറ്റേത് 5% ലോസിലും വിറ്റു. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെല്ലിംഗ് പ്രൈസ് തന്നേക്കുന്നത് എത്ര, 60 രൂപ. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദീസ് 2 items എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കാം. അപ്പോൾ ആദ്യത്തെ 100% വാങ്ങിച്ചിട്ട്, 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 10% ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞത്. അപ്പം 110 രൂപയ്ക്ക് വിറ്റു. ഇവിടെ രണ്ടാമത്തെ ഐറ്റം എന്താ, ഇത് ഐറ്റം 1, ഇത് ഐറ്റം 2 ആണ്. അപ്പം രണ്ടാമത്തെ ഐറ്റം സെയിം കോസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങിച്ചത്, 100 രൂപയ്ക്ക് തന്നെ വാങ്ങിച്ചത്. പക്ഷേ 5% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പം 95 രൂപയ്ക്കാണ് വിറ്റത്. അതുപോലെ ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണ്, 60 രൂപയാണ് തന്നിരിക്കുന്നത്. അപ്പം 15 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 60ആണ്. ഇത് 60 രൂപയാണ്. നമ്മളോട് ചെയ്യുന്നതെന്താ, ഈ 2 ഐറ്റത്തിനെയും കൂടെ ചേർത്തുള്ള കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 200 യൂണിറ്റിൻ്റെ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 യൂണിറ്റിൻ്റെ വാല്യൂ 60 ആണെങ്കിൽ 200 യൂണിറ്റ് എത്രയാണ്, ഇത് വെട്ടുമ്പോൾ എത്രയാണ്, 1 4 വരും. അപ്പം 1 യൂണിറ്റിൻ്റെ വാല്യൂ 4. അപ്പം 200 × 4 ചെയ്യുമ്പോൾ എത്രയാണ്, 800 എന്ന് വരും. അതാണ് ആൻസർ, ഓപ്ഷൻ 4. അപ്പോൾ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ, ആദ്യം ഒരു പുള്ളി 2 സബ്സിഡി ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നു. ഒന്ന് 12%, മറ്റേത് 8%. പക്ഷേ അതേസമയം മറ്റേ പുള്ളി ഏതൊക്കെയാണ് 20% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓവറോൾ ഡിസ്കൗണ്ട് ഗിവൺ ബൈ എക്സ് ആൻഡ് വൈ എന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എക്സിൻ്റെ കാര്യം എടുക്കാം. അതായത് 12%, 8% ഡിസ്കൗണ്ട് കൊടുത്തയാൾ. അപ്പോൾ 8%, 12% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 8 + 12 - 12 × 8/100. അപ്പം 20 - 96/100 വരും, 0.96 വരും. ഇനി ഇതിപ്പോൾ ബാക്കി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. മറ്റേതെന്താണ്, 20 ഫ്ലാറ്റ് 20 വരും. അപ്പോൾ 20 എന്തുമാത്രം കുറയും, 0.96 കുറയും. 0.96 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, എ സെയിൽസ്മാൻ ബൈ 15 ആർട്ടിക്കിൾ ഫോർ 10 rupees ആൻഡ് സെൽ 10 articles ഫോർ 15 rupees. അങ്ങനെയാണെങ്കിൽ മൊത്തമുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ പുള്ളി എന്താ 15 ആർട്ടിക്കിൾ എത്ര രൂപയ്ക്കാണ്, 10 രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ എത്ര, ഇത് ക്വാണ്ടിറ്റി, ഇത് പ്രൈസ്. അപ്പോൾ ഇത് പുള്ളിയുടെ കോസ്റ്റ് പ്രൈസാണ്. ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആർട്ടിക്കിൾ അല്ലേ, 10 ആർട്ടിക്കിൾ 15 രൂപയ്ക്കും വിറ്റു. ഇതിനകത്ത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണ്ടേ, നമുക്ക് ഈ ക്വാണ്ടിറ്റിയുടെ അളവ് രണ്ടും സെയിം ആക്കണം. അപ്പോൾ അത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, എനിക്കാണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 15 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത്, ഇത് ഈ ഒരേ റേഷ്യോ ആയതുകൊണ്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ റൂൾ തന്നെ താഴെ ഫോളോ ചെയ്യണം. അപ്പം ഇവിടെ 2 കൊണ്ടും ഇവിടെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ സൈഡിൽ എന്താ 2 30 ആവും. ഇവിടെ 30 ആവും, ഇവിടെ 30 ആവും. ഇനി അതേസമയം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇത് 15 × ചെയ്യുമ്പം 45 ആവും. ഇവിടെ 10 × 2 ചെയ്യുമ്പോൾ എത്രയാണ്, 10 × 2 ചെയ്യുമ്പോൾ 20 ആവും. ഇനി എളുപ്പത്തിൽ പെർസെൻറ്റേജ് കാണാൻ പറ്റും. ഇവിടെ 20 രൂപയുടെ സാധനം 45 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപ കിട്ടി, 25 രൂപ ലാഭം കിട്ടി. എത്രയിൽ, 20 രൂപയിൽ × 100 ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0 0 വെട്ടിപ്പോയി, 5
5 125 ശതമാനം കിട്ടും. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താ, ഒരു ഇലക്ഷൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പം ഇലക്ഷനിൽ എ ബി ആൻഡ് സി കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ നിൽക്കും. അതിനകത്ത് 80% വോട്ടേഴ്സേ വോട്ട് ചെയ്തുള്ളൂ. ആ വോട്ട് ചെയ്തതെല്ലാം എന്താണ്, വാലിഡ് വോട്ട്സാണ്, ഒന്നും അസാധുവായി പോയിട്ടില്ല. ഇനി എന്താണ്, കാൻഡിഡേറ്റ്സ് ബി ഗോട്ട് 50% ലെസ് ദാൻ വോട്ട്സ് ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയേക്കാൾ 50% വോട്ട് കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് ബിക്ക്. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വോട്ട്സ് സെക്യൂർഡ് ബൈ ബി ആൻഡ് സി എന്ന് പറയുന്നത് 1000 തന്നിട്ടുണ്ട്. ഇഫ് ബി ഗോട്ട് 10% മോർ വോട്ട് ദാൻ സി, ദെൻ ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് രജിസ്റ്റേർഡ് ഇൻ ദ വോട്ടിംഗ് ലിസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ വോട്ട് ചെയ്ത ആൾക്കാരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ആയിട്ട് എടുക്കുക. ഇനി റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാം. എ ബി സി. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാൻഡിഡേറ്റ് ബി ഗോട്ട് 50% ലെസ് ദാൻ വോട്ട് ദാൻ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 50% നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പം 1/2 എന്ന് എഴുതാം. അപ്പം മൊത്തം 2 ഉണ്ടായിരുന്നു, അതിൽ ഈ 1 കുറഞ്ഞ് എക്ക് 2 കിട്ടിയെങ്കിൽ ബിക്ക് 1 കിട്ടിയുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, ഇഫ് ബി ഗോട്ട് 10% മോർ വോട്ട്സ് ദാൻ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10% നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 10% ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ 1/10 എന്ന് എഴുതാൻ പറ്റും. ബിക്ക് എന്താണ് 11 വോട്ട് കിട്ടും. കാരണം എന്താ, 10 വോട്ട് സിക്കുണ്ട്. ഈ 1 കൂടെ കൂട്ടി 10 എന്ന് പറഞ്ഞാൽ 11 ആവും. അപ്പം 11/10 എന്നാവും. ഇനി എന്താ, നമ്മൾ ബിയുടെ പാർട്ട് രണ്ടും സെയിം ആക്കണം. ഇവിടെ ബിയുടെ 2 ഡിഫറൻറ്റ് വാല്യൂ വന്നിരിക്കുന്നു. സെയിം ആക്കാൻ നേരത്തെ എന്ത് ചെയ്യണം, ഇവിടെ ഇൻറ്റു 11 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ 11 മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഈ റേഷ്യോയുടെ ഭാഗമാണ് ഈ 2 കിടക്കുന്നതുകൊണ്ട് ഇതും 11 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ 22:11 കിട്ടും. 22:11 വരും. അപ്പം ഇവരുടെ ടോട്ടൽ റേഷ്യോ എടുക്കുമ്പോൾ എടുത്തിട്ട് ഇവിടെ 22, ഇവിടെ 11, ഇവിടെ 10 വരും. അപ്പം പിന്നെ എന്താ തന്നിരിക്കുന്നത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വോട്ട് സെക്യൂർഡ് ബൈ ബി ആൻഡ് സി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 10,000. അപ്പം ഇതിൻ്റെ വ്യത്യാസം 1 യൂണിറ്റാണ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 10,000 എന്നാണ് തന്നിരിക്കുന്നത്. മൊത്തം വോട്ട് ചെയ്തവരുടെ കണക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ, ഇവിടെ 22, 10, 32, 32 വന്ന് 33, 33, 10, 43 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്ത്, ടോട്ടൽ വോട്ട് ചെയ്തവരുടെ എണ്ണം. അപ്പോൾ 10,000 × 43 ചെയ്യുമ്പോൾ എത്രയാണ്, 43 ഇട്ടിട്ട് 4 0 ഇട്ട് കൊടുത്തുള്ളതാണ്. അതായത് ടോട്ടൽ വോട്ട് ചെയ്തവരുടെ എണ്ണം. അപ്പം ഇവിടെ 43 ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഇതല്ല ആൻസർ വരുന്നത്. ചോദ്യം ഇവിടെ എന്താ ശ്രദ്ധിക്കണം, അതായത് ദെൻ ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് രജിസ്റ്റേർഡ് ആണ് വോട്ടിംഗ് ലിസ്റ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ 80% ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, 20% വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, ഈ 80%-ൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, 10,000 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. 80%-ൻ്റെ വാല്യൂ ആണ് 43,000 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. നമ്മൾ 100%-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇതെന്താ, നമുക്ക് ഓപ്ഷനിൽ തന്നെ പോകാൻ പറ്റും. അതായത് ഈ 80%-ൻ്റെ വാല്യൂ ആണ് 43,000. 43,000 ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം. 4,30,000 വരുന്നു. അപ്പം 80%-ൻ്റെ വാല്യൂ ആണ് നമുക്ക് 4,30,000 തന്നേക്കുന്നത്. അപ്പം 100% എടുക്കുമ്പോൾ എന്തായാലും അതിൽ കൂടുമല്ലേ ഉള്ളൂ, കുറയൊന്നുമില്ലല്ലോ. അപ്പം ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ, 17 ലക്ഷം അല്ലോ, 1,75,000 വരത്തില്ല. കാരണം എന്താ, 4,30,000 താഴെയാണ് അത് വരുന്നത്. അതുപോലെ 2,20,000 വരത്തില്ല. ആകെ വരുന്നത് എന്താണ്, 4,30,000 മുകളിൽ വരുന്ന ഒറ്റ സംഖ്യയുള്ളൂ. അത് ഓപ്ഷൻ 4 5,37,500 അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് 100%-ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതായത് 1% വാല്യൂ അത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്, ഇത് 0 വിട്ടിപ്പോയി. 43 3 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 5,375 വരും. ഇതാണ് 1 യൂണിറ്റിൻ്റെ വാല്യൂ. ഇതിൻ്റെ കൂടെ എന്താണ്, 100 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ × 100 ചെയ്യുക. അതായത്
2 0 ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ 53 75 2 0 ഇതാണ് 100% വാല്യൂ. ഇതെല്ലാം ആൻസർ നോക്കി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 16 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16 കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 8 കൊണ്ട് ഡിവിസിബിൾ ആവണം, 2 കൊണ്ട് ഡിവിസിബിൾ ആവണം, അതുപോലെ 4 കൊണ്ട് ഡിവിസിബിൾ ആവണം. 8ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാനുണ്ട്. അവസാനത്തെ 3 അക്കം എടുത്ത് 8 കൊണ്ട് ഡിവൈഡബിൾ ആവണമെന്ന് നോക്കിയാൽ മതി. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ 826 അത് ഡിവൈഡ് ബൈ 8 ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 8 1s are 8 വരും. അത് കഴിഞ്ഞ് 2 പോകത്തില്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുത്തു. കഴിഞ്ഞ് 26 മൊത്തം എടുത്തു. 8 3s are 24 വരും. അപ്പം 24 വന്നു. റിമൈൻഡർ എന്താണ്? 103 2/8 വരും. 2/8 റിമൈൻഡർ വരുന്നതുകൊണ്ട് ഇത് ഡിവൈഡ് ആവത്തില്ല. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് നമുക്ക് കൺഫർമേഷന് വേണ്ടി അവസാനത്തെ 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അതാണ് 4ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ 26 ഡിവൈഡ് ബൈ 4 ചെയ്യാൻ പറ്റുമോ? ഇല്ല. 26ൻ്റെ മൾട്ടിപ്പിൾ അല്ല. എന്താ 4 6 are 24 വരും. പിന്നെ എന്താണ് 2 റിമൈൻഡർ 6 and 2/4 റിമൈൻഡർ ആയിട്ട് വന്നു. അപ്പോൾ 4ൻ്റെ ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓപ്ഷൻ ഫസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ബ്രാക്കറ്റിന് ഏറ്റവും ബ്രാക്കറ്റിനകത്തുള്ള സംഭവം എടുക്കാം. ഇത്രയും എടുക്കാം. അപ്പം 56 - 8 + 9 എന്ന് പറയുന്നത് എത്രയാണ്? 57 വരും. ഇനി 57 42 കൂടെ കൂട്ടിക്കൊള്ളുക. ഇത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റാണ്. പ്ലസ് 108 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 99 വരും. ഈ 99 ഹോൾ ഡിവൈഡ് ബൈ 1/9 എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലസ് 108 വരും. ഇതെല്ലാം കൂടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തിട്ടിട്ട് 197 മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 9 99 കൊണ്ട് വെട്ടി പോകുമ്പോൾ എത്രയാണ്? 11 വരും. 197 മൈനസ് 11 പ്ലസ് 108 എന്ന് വരും. സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ്. 108ഉം 10ഉം എത്രയാണ്? 118 118 1 119 197 മൈനസ് 119 വരും. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് 97 നിന്ന് 19 പോയാൽ എത്രയാണ്? 97 നിന്ന് 10 പോയാൽ 87 87 10 പോയാൽ 77. 10 പോകേണ്ട കാര്യമില്ല, 9 പോയാൽ മതിയായിരുന്നു. അപ്പോൾ 77 വന്ന് 78. അതാണ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ഷൻ 2 കാൻഡിഡേറ്റ്സ് തമ്മിലാണ് മത്സരിക്കുന്നത്. ഒരു കാൻഡിഡേറ്റ് 48% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട് കിട്ടി. 18% ഓഫ് ദ വോട്ട്സ് വെയർ ഇൻവാലിഡ് ആണ്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് വെയർ 17,500 ദെൻ വാട്ട് വാസ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ഡസ് ദ കാൻഡിഡേറ്റ് വോട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates, 1 candidate got 48% ഓഫ് ദ ടോട്ടൽ വോട്ടാണ്. 18% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് വെയർ ഇൻവാലിഡ്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് വാസ് 17,500 ആണെങ്കിൽ മറ്റേ കാൻഡിഡേറ്റിന് എത്ര വാലിഡ് വോട്ട്സ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എത്രയാണ്? 17,500. അപ്പോൾ 17,500 ടോട്ടൽ വോട്ട്സ്. ഇതിലെന്താ 18% ഇൻവാലിഡ് വോട്ടാണ്. 100 നിന്ന് 18% കുറച്ചിട്ട് ബാക്കി 82% എന്ത് വാലിഡ് വോട്ടുകൾ. അപ്പം വാലിഡ് വോട്ട് കാണാം 82/100 ചെയ്യുക. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത് കാൻഡിഡേറ്റ് എക്ക് 48% വോട്ട് കിട്ടിയെന്നാണ്. 48% വോട്ട് കാൻഡിഡേറ്റ് എക്ക് കിട്ടി. അപ്പം ഓട്ടോമാറ്റിക്കലി കാൻഡിഡേറ്റ് ബിക്ക് എത്ര കിട്ടും? 52% വോട്ട് കിട്ടും. വാലിഡ് വോട്ട്സിൻ്റെ 52% കാൻഡിഡേറ്റ് ബിക്ക് കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 48% വോട്ട് കിട്ടിയ ആളുടെ ഓപ്പോസിറ്റ് മത്സരിച്ച ആൾക്ക് എത്ര ശതമാനം കിട്ടിയത്. അതായത് ഇതാണ് മൊത്തം വാലിഡ് വോട്ട്സ് വരുന്നത്. ഇതിൻ്റെ 52% എടുത്താൽ മതി. അപ്പോൾ കാൻഡിഡേറ്റ് ബിക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം കിട്ടും. ഇതെല്ലാം കൂടെ വെട്ടിക്കളയുമ്പോൾ എത്രയാണ്? 0 വെട്ടിപ്പോയി. 175 5 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 35 വരും. 100 വെട്ടുമ്പോൾ എത്ര? 20 വരും.
ഇനി ഇത് രണ്ടിനെയും കൂടെ 10 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 10 വരും. 10 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 10 വരും. ഇവിടെ 41 വരും. ഇത് രണ്ടിനെയും കൂടെ വെട്ടുമ്പോൾ 52 26 ആവും. ഇവിടെ 5 ആവും. 5 35 കൂടെ വെട്ടുമ്പോൾ 7 ആവും. അപ്പം 7 × 41 × 26 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഡിജിറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ 7 1 7 7 6 42 വരും. ഈ ഡിജിറ്റ് 2 വരും. അപ്പോൾ 2 എണ്ണം വരുന്നുണ്ടല്ലേ. ഇതും വരുന്നുണ്ടല്ലേ. ഇത് ചെയ്യുമ്പോൾ ശരിക്കും എത്ര വരുന്നത്? 7462 എന്ന് വരും. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3. അപ്പോൾ എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ട്രേഡർ ഗെയിൻസ് 12% ആഫ്റ്റർ അലവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ ദ മാർക്കറ്റ് പ്രൈസ് of an article. Find his profit percentage if the article is sold at the market price allowing no discount. ഇവിടെ ഇയാളെന്താണ് 12% ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്. 12% നമ്മൾ ഫ്രാക്ഷൻ ഫോം ആക്കുമ്പോൾ എത്രയാണ്? 12/100 വരും. 6/50 3/25. അതായത് മാർക്കറ്റ് പ്രൈസ് 25 ആണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തത് എത്രയാണ്? ഡിസ്കൗണ്ട് കൊടുത്ത് ആണല്ലോ സെല്ല് ചെയ്യുന്നത്. അപ്പം സെല്ലിങ് പ്രൈസ് എത്രയാണ്? 25 × 3 പോയാൽ 22 രൂപയ്ക്ക് വിൽക്കും. പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? അലവിങ് ഡിസ്കൗണ്ട് ഓഫ് 20%. ഈ ഒരു അബദ്ധം പറ്റി. ഡിസ്കൗണ്ടാണ് എന്ത്? 20% എന്നുള്ളത്. അപ്പം 20% എന്നുള്ളത് എന്താണ്? ഡിസ്കൗണ്ടാണ്. അപ്പോൾ 20% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല? 1/5 എന്ന് എഴുതാൻ പറ്റും. അതായത് 5 രൂപ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ 1 രൂപ ഡിസ്കൗണ്ട് കൊടുത്ത് ആൾ കച്ചവടമാക്കി 4 രൂപയ്ക്ക് വിറ്റ്. 12% ലാഭം ഉണ്ടാക്കുന്ന കഥയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം 12% ലാഭം എന്ന് പറയുന്നത് എന്താ? ലാഭം എപ്പോഴും കണക്കാക്കുന്നത് കോസ്റ്റ് പ്രൈസില്ല. അപ്പം 25 രൂപയുടെ സാധനം 3 രൂപ കൂട്ടി 28 രൂപയ്ക്ക് വിറ്റ്. അപ്പം കോസ്റ്റ് പ്രൈസ് 25 രൂപയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര? 28 രൂപയായിരിക്കും. സെല്ലിംഗ് പ്രൈസിന് 2 വാല്യൂ വന്നു. അത് സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 എങ്ങനെയും 28 ആക്കണം. അപ്പം ഇവിടെ ഇൻറ്റു ഞാൻ 7 ചെയ്തു. അതേസമയം ഇവിടെ ഇൻറ്റു 7 ചെയ്യണം. അത് ചെയ്തപ്പം എന്താണ്? ഇവിടെ 35 എന്നും വന്നു. ഇവിടെ എന്താ? 28 എന്നും വന്നു. 28 എന്നും വന്നു. ഇനി ഇതെല്ലാം എടുത്ത് താഴെ എഴുതിയാൽ മതി. 25 28 35. അപ്പം ഇതിനർത്ഥം എന്താ? 35 രൂപ മാർക്ക് ചെയ്തിട്ട് അങ്ങനെയല്ല, 25 രൂപയുടെ സാധനം 35 രൂപ മാർക്ക് ചെയ്തിട്ട് അയാൾ 28 രൂപയ്ക്ക് വിറ്റ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇയാളെ ഡിസ്കൗണ്ടൊന്നും കൊടുത്തില്ല. ഡിസ്കൗണ്ടൊന്നും കൊടുക്കാതെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കച്ചവടമാക്കി. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കച്ചവടമാക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 രൂപയാണ്. കാരണം മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് വിൽക്കുന്നത്. 25 രൂപ സാധനം 35 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം 10 രൂപ ലാഭം എത്രയിൽ? 25 ഇൻറ്റു 100 ചെയ്തോളാം. അപ്പം 100 25 കൂടെ വെട്ടി പോകുമ്പോൾ 4 കിട്ടും. അപ്പം 10 × 4 എന്ന് പറയും 40% കറക്റ്റ് ആൻസർ വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ. ഇതോടുകൂടി എന്താ 12ാം തീയതിയിലത്തെ ഷിഫ്റ്റ് 4 ഫുള്ളും മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് തീർത്തിട്ടുണ്ട്.